يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أيها الناس أوصيكم وإياي أولا بتقوى الله. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സന്ദർഭത്തിലും സാഹചര്യത്തിലും നമ്മെ സൃഷ്ടിച്ച, നമ്മെ പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണേ എന്ന് എന്നോട് ബാധ്യതയുള്ളതുപോലെ നിങ്ങളോടും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കേവർക്കും അവൻ ഇഷ്ടപ്പെടുന്ന അടിമകളിൽ ഉൾപ്പെടാനുള്ള മഹാസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു രോഗ സന്ദർശനത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയും. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ സന്ദർശിച്ചു. അന്ന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ റജുലൻ മിനൽ മുസ്ലിമീന ഖദ് ഖഫത ഫസാറ മിത്ലൽ ഫർഖി. ആ രോഗി അങ്ങേയറ്റം ക്ഷീണിച്ചവരായിരുന്നു എന്നാണ്. വളരെ മെലിഞ്ഞൊട്ടി ക്ഷീണിതനായി, ഒരു ഫർഹിനെ പോലെ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷിക്കുഞ്ഞിനെ പോലെ അത്രത്തോളം ക്ഷീണിച്ച മനുഷ്യനായിരുന്നു അദ്ദേഹം. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, ഹൽ കുൻത തദ്ഉ ബിശൈഇൻ ഔ തസ്അലുഹു ഇയ്യാഹ്. നിങ്ങൾ എന്തെങ്കിലും അല്ലാഹുവിനോട് ദുആ ചെയ്തിരുന്നോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു. ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ എന്തെങ്കിലും കാരണങ്ങൾ ഇദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുണ്ടോ, റബ്ബിനോടുള്ള പ്രാർത്ഥനയിൽ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു. മറ്റൊരു റിപ്പോർട്ടിൽ അമാ കുൻത തദ്ഉ അമാ കുൻത തസ്അലു റബ്ബകൽ ആഫിയ, നിങ്ങൾ അല്ലാഹുവിനോട് ആഫിയത്തിനെ ചോദിച്ചിട്ടില്ലായിരുന്നോ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് എന്നും കാണാൻ കഴിയും. അപ്പൊ ആ രോഗിയായിരുന്ന മനുഷ്യൻ പറഞ്ഞു, നഅം, ഞാൻ അല്ലാഹുവിനോട് ചോദിച്ചിട്ടുണ്ട്. എന്താണ് അദ്ദേഹം ചോദിച്ചത്? അല്ലാഹുമ്മ മാ കുൻത മുആഖിബി ബിഹി ഫിൽ ആഖിറതി ഫഅജ്ജിൽഹു ലീ ഫിദ് ദുനിയ. അങ്ങനെയാണ് അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നത് എന്നാണ്. അല്ലാഹുമ്മ മാ കുൻത മുആഖിബി ബിഹി ഫിൽ ആഖിറ, അല്ലാഹുവേ, പരലോകത്ത് എനിക്ക് വേണ്ടി നീ വെച്ചിട്ടുള്ള ശിക്ഷ അത് നീ ദുനിയാവിൽ നിന്ന് തന്നെ എനിക്ക് തന്നേക്കണേ, പരലോകത്തേക്കൊന്ന് മാറ്റിവെക്കല്ലേ റബ്ബേ എന്നാണ് ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തത് എന്ന മനുഷ്യൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു എന്നാണ്. ഇവിടുന്ന് ഞാൻ എന്തു അനുഭവിച്ചോളാം, പരലോകത്തേക്കൊന്ന് മാറ്റിവെക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവാണ് പരിശുദ്ധൻ. അല്ലെ, എന്താണ് നിങ്ങൾ ദുആ ചെയ്തിട്ടുള്ളത്? ലാ തുതീഖുഹു, നിങ്ങൾക്കതിന് സാധിക്കുകയില്ലല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിച്ചു എന്നാണ്. ഇവിടെ നമ്മൾക്കൊന്നിനും സാധ്യമല്ല. പരലോകത്ത് ലഭിക്കേണ്ടത് ഇവിടെ നിന്ന് ലഭിച്ച് എല്ലാം അനുഭവിച്ച് ഞാൻ അങ്ങോട്ട് പോകാം എന്ന് കരുതാനുള്ള ത്വാഖത്ത് പോലും നമ്മൾക്ക് ഇല്ല. ഒരു ചെറിയ വേദന പോലും അനുഭവിക്കാൻ നമ്മൾക്ക് പ്രയാസമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫലാ ഖുൽത്, നിങ്ങൾ ഇങ്ങനെ പറയണം. എന്താണ് പറയേണ്ടത്? അല്ലാഹുമ്മ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അതാണ് അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ടത്. അല്ലാഹുവേ, ദുനിയാവിലും എനിക്ക് ഹസനത്ത് വേണം, ആഖിറത്തിലും ഹസനത്ത് വേണം, നരകത്തിന്റെ ശിക്ഷയെ അതിനെ തൊട്ട് നീ ഞങ്ങളെ കാക്കുകയും ചെയ്യണമെന്നാണ് അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു എന്നാണ്. എന്നിട്ട് ഫദഅല്ലാഹു ലഹു ഫശഫാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തു, അല്ലാഹു അദ്ദേഹത്തിന് ശിഫയാക്കി കൊടുത്തു എന്നാണ്. ഈ ഒരു സംഭവത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുന്ന ഈ ദുനിയാവിലുള്ള ആഫിയത്ത് എന്നത് അല്ലാഹു നൽകുന്ന വലിയ അനുഗ്രഹമാണ്. നമ്മൾക്കിവിടെ ഒന്നിനും സാധ്യമല്ല. ചെറിയൊരു തലവേദനയുണ്ടായാൽ, ചെറിയൊരു പല്ലുവേദനയുണ്ടായാൽ,
അല്ലെ? ചെറുതായി ഒന്ന് ചെവി വേദനിച്ചാൽ അത് സഹിക്കാൻ നമ്മൾക്ക് കഴിയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വലിയ അനുഗ്രഹമാണ് ഈ ദുനിയാവിലുള്ള സൗഖ്യം, ആഫിയത്ത് എന്നത്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇപ്പൊ മഴക്കാലമൊക്കെ ആയിട്ട് ചെറുതായിട്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾക്കും നമ്മൾക്കൊക്കെ ചെറിയ തലവേദനയും പനിയും ക്ഷീണമൊക്കെ വരുമ്പോൾ തന്നെ നമ്മൾ എത്രത്തോളം ആരോഗ്യം ആസ്വദിച്ചു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് പറഞ്ഞു, ثُمَّ لَتُسْأَلُنَّ يَوْمَئِذٍ عَنِ النَّعِيمِ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മളോട് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ വിശദീകരിക്കുന്നു, ഇന്ന അവ്വല മാ യുസ്അലു അൻഹുൽ അബ്ദു യൗമൽ ഖിയാമ മിനൻ നഈം. അനുഗ്രഹങ്ങളിൽ വെച്ച്, അല്ലെ, അനുഗ്രഹങ്ങളിൽ വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യം പരലോകത്ത് ചോദിക്കുന്നത് ഏത് അനുഗ്രഹത്തെ കുറിച്ചാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അയ്യുഖാല ലഹു അലം നുസിഹ്ഹ ലക ജിസ്മക്. ഇതാണ് നമ്മളോട് ആദ്യം അനുഗ്രഹത്തെ കുറിച്ച് ചോദിക്കുന്നത് എന്നാണ്. നമ്മൾക്ക് തന്ന അനുഗ്രഹങ്ങൾ അള്ളാഹു എടുത്ത് ചോദിക്കുമ്പോൾ ആദ്യത്തെ ചോദ്യം അലം നുസിഹ്ഹ ലക ജിസ്മക്, നിന്റെ ശരീരത്തിന് നാം ആരോഗ്യം തന്നില്ലേ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യം ചോദിക്കുക എന്നാണ്. അതേപോലെ തന്നെ വനുവിയക മിനൽ മാഇൽ ബാരിദ്, തണുത്ത വെള്ളം കൊണ്ട് നിന്റെ ദാഹത്തെ നാം ശമിപ്പിച്ചില്ലേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല, അതാണ് റബ്ബിന്റെ അടുക്കൽ നിന്ന് വരുന്ന ആദ്യത്തെ ചോദ്യമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ നിരന്തരം ആരോഗ്യം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. രാവിലെ എഴുന്നേൽക്കാൻ കഴിയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള അനുഗ്രഹമാണ്. എഴുന്നേൽക്കാൻ കഴിയാത്ത ധാരാളം പേരുണ്ട്. ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്തവർ എത്രയോ ഉണ്ട്. നേരെ നിൽക്കാൻ കഴിയുന്നത് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്. ഒരു സഹായമില്ലാതെ നിൽക്കാൻ കഴിയാത്തവർ എത്രയോ ഉണ്ട്. നടക്കാൻ കഴിയുന്നതും ഇരിക്കാൻ കഴിയുന്നതും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ അനുഗ്രഹമാണ്. നമസ്കാരത്തിൽ ഇരിക്കാൻ കഴിയാത്തവർ, സുജൂദ് ചെയ്യാൻ കഴിയാത്തവർ, നേരെയൊന്നും ഇരിക്കാൻ കഴിയാതെ രോഗമുള്ള ആളുകൾ എത്രയുണ്ട്. നിരന്തരം നമ്മൾ അനുഭവിക്കുന്നതെല്ലാം കേൾക്കാൻ കഴിയുന്നത് റബ്ബിന്റെ അനുഗ്രഹമാണ്. കാണാൻ കഴിയുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. സംസാരിക്കാൻ കഴിയുന്നത്, ശബ്ദം പുറത്തു വരുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹമാണ്. പേടിയില്ലാതെ ടെൻഷനില്ലാതെ ജീവിക്കാൻ കഴിയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയ അനുഗ്രഹമാണ്. ശ്വസിക്കാൻ കഴിയുന്നത്, ഭക്ഷിക്കാൻ കഴിയുന്നത്, കുടിക്കാൻ കഴിയുന്നത്, ഇതിനൊന്നും സാധിക്കാത്തവർ എത്രയോ ഉണ്ട്. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർ എത്രയോ ഉണ്ട്. ഒരു തടസ്സവുമില്ലാതെ ഇതെല്ലാം അനുഭവിക്കുന്ന, മൂത്രിക്കാനും കാഷ്ടിക്കാനും കഴിയുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. നിരന്തരം നമ്മുടെ ആരോഗ്യത്തിൽ, നമ്മുടെ ശരീരത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. എണ്ണിയാൽ തീരാത്തത്ര. ഒന്ന് തിരിഞ്ഞു നോക്കാൻ കഴിയുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തും നമ്മൾ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. എണ്ണി പറഞ്ഞാൽ തീരാത്തത്ര അനുഗ്രഹങ്ങൾ നമ്മൾ അതിൽ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ എഴുന്നേൽക്കുമ്പോൾ പഠിപ്പിക്കുന്ന പ്രാർത്ഥനയിൽ അൽഹംദുലില്ലാഹില്ലദീ ആഫാനി ഫീ ജസദി, അതാണ് പ്രവാചകൻ പഠിപ്പിച്ച എഴുന്നേൽക്കുമ്പോഴുള്ള പ്രാർത്ഥനയുടെ തുടക്കം അതാണ്. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി ഫീ ജസദി വറദ്ദ അലയ്യ റൂഹി വഅദ്ന ലി ബിദിക്രി. അല്ലേ, അല്ലാഹുവേ എൻ്റെ ശരീരത്തിന് ആഫിയത്ത് നൽകിയ ആ അല്ലാഹുവിന്റെ സ്തുതി എന്ന് പറഞ്ഞുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റ് വരേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി മുആഫൻ ഫീ ജസദിഹി ഇൻദഹു ഖൂതു യൗമി. ഒരു ദിവസം ഒരാള് അവൻ താമസിക്കുന്ന സ്ഥലത്ത്, അവൻ നിൽക്കുന്ന സ്ഥലത്ത് നിർഭയത്വത്തോടുകൂടെയാണ് അവനുള്ളതെങ്കിൽ, അവന്റെ ജസദിന് ആഫിയത്തുണ്ടെങ്കിൽ, അവന്റെ അടുക്കൽ കഴിക്കാനുള്ള ഭക്ഷണമുണ്ടെങ്കിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫകഅന്നമാ ഹീസത്ത് ലഹു ദുനിയ, ദുനിയാവ് ലഭിച്ച ഒരു രാജാവിനെ പോലെയാണ് അവനെന്നാണ്. തിന്നാനുണ്ട്, ആരോഗ്യമുണ്ട്, പേടിയില്ല. ഇതിനപ്പുറം എന്താണ് ഒരു മനുഷ്യൻ ഉണ്ടാകേണ്ടത്? അവനൊരു രാജാവിനെ പോലെയാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. ചെറുതായൊന്ന് ഒരു രോഗമുണ്ടെന്ന് പറയുമ്പോൾ, ഒരു വേദന അനുഭവിക്കുമ്പോൾ നമ്മൾ അനുഭവിച്ചതിന്റെ അനുഗ്രഹത്തിന്റെ വലുപ്പം എത്രയാണെന്ന് നമ്മൾ തിരിച്ചറിയാറുണ്ട്. അതുകൊണ്ട് തന്നെ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വൈകാരികമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട്, അള്ളാഹുവിനോട് നിരന്തരം ഈ അനുഭവിക്കുന്ന ആരോഗ്യത്തെ നിലനിർത്തി തരാൻ വേണ്ടി ചോദിക്കാൻ നമ്മളോട് പഠിപ്പിച്ചത് എന്നത് ഹദീസുകളിൽ നമ്മൾക്ക് കാണാൻ കഴിയും. മഹാനായ അബൂബക്കർ അസ്സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കലും മിമ്പറിന്റെ മുകളിൽ കയറിയിട്ട് ആദ്യം അദ്ദേഹം കരഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു, ഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമൽ അവ്വലി അലൽ മിമ്പരി സുമ്മ ബക്ക. റസൂലുള്ളാഹിനെ ഓർത്തിട്ട് കരഞ്ഞു പോയതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറിയിട്ട് പറയുന്നു, റസൂലുള്ളാഹി ഇതേപോലെ മിമ്പറിൽ കയറിയിട്ട് ഒരിക്കൽ കരഞ്ഞു. എന്നിട്ട് എന്താണ് പറഞ്ഞിട്ടുള്ളത്?
സലുല്ലാഹൽ അഫ്വ വൽ ആഫിയ, നിങ്ങൾ അള്ളാഹുവിനോട് വിട്ടുവീഴ്ചയെ ചോദിക്കണം, പുറത്തു തരാൻ വേണ്ടി പറയണം, തിന്മകൾ മായ്ച്ചു വെക്കാൻ വേണ്ടി പറയണം. എന്നിട്ട് വൽ ആഫിയ, ആരോഗ്യത്തെ, സൗഖ്യത്തെ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണമെന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന അഹദൻ ലം യുഅത ബഅദൽ യഖീൻ ഖൈറൻ മിനൽ ആഫിയ, ഒരാൾക്ക് അള്ളാഹുവിലുള്ള വിശ്വാസത്തിന് ശേഷം ലഭിക്കുന്ന ഏറ്റവും വലിയ ഹൈറായ കാര്യം എന്നുള്ളത് ആരോഗ്യമാണ്, ആഫിയത്താണ്. കാര്യങ്ങളിൽ തടസ്സമില്ലാതെ, പ്രയാസങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന സൗഖ്യമുള്ള അവസ്ഥയാണ് ഒരാൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരിക്കല് സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുളിയൊക്കെ കഴിഞ്ഞ് ഉഷാറായിട്ട് ഇങ്ങനെ വരുമ്പോ സഹാബാക്കൾ ഇങ്ങനെ ഇരുന്നു പ്രവാചകനോട് സംസാരിച്ചു. അപ്പൊ അവരുടെ ചർച്ച സമ്പത്തിനെ കുറിച്ചായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അല്ലെ ഹദീസിൽ കാണാം, സുമ്മ അഫാദൽ ഖൗമു ഫീ ദിക്രിൽ ഗിന, സമ്പത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാണ്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ബഅസ ബിൽ ഗിന ലിമൻ ഇത്തഖ, തഖ്വയുള്ള ഒരു മനുഷ്യന് സമ്പത്തുണ്ടാകുക എന്നുള്ളത് പ്രയാസമില്ലാത്ത, തെറ്റല്ലാത്തൊരു കാര്യമാണ്, ഗുണം ലഭിക്കുന്ന കാര്യമാണ്. അയാൾ അത് നല്ലതിനാണ് ഉപയോഗിച്ചതെങ്കിൽ അദ്ദേഹത്തിന് അത് നല്ല കാര്യം തന്നെയാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വസ്സിഹ്ഹതു ലിമൻ ഇത്തഖ ഖൈറു മിനൽ ഗിന, എന്നാൽ തഖ്വയുള്ള ഒരു മനുഷ്യന് സിഹത്തുണ്ടാവുക, ആരോഗ്യമുണ്ടാവുക എന്നതാണ് സമ്പത്തുണ്ടാവുക എന്നതിനേക്കാൾ ഖൈറായിട്ടുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചർച്ചക്ക് അതിന്റെ കൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പഠിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, തീബുൻ നഫ്സി മിനൻ നഈം, അതേപോലെ തന്നെ നല്ല മനസ്സൊരാൾക്ക് ഉണ്ടാവുക എന്നുള്ളത് വലിയ അനുഗ്രഹമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. അതുകൊണ്ട് തന്നെ തടസ്സമില്ലാതെ എഴുന്നേൽക്കാനും നടക്കാനും സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും കിടന്നുറങ്ങാനും ഒരാൾക്ക് സാധിക്കുക എന്നുള്ളത്, മനസ്സിന് ആഫിയത്ത് ഉണ്ടാവുക എന്നുള്ളത്, പേടിയില്ലാതെ, ടെൻഷൻ ഇല്ലാതെ, ഡിപ്രഷൻ ഇല്ലാതെ, മാനസിക രോഗങ്ങളില്ലാതെ ഒരാൾക്ക് ചിരിക്കാനും സംസാരിക്കാനും ഒക്കെ സാധിക്കുക എന്നുള്ളത്. എത്ര ആളുകൾ മരുന്ന് കഴിക്കുന്നുണ്ട്, എത്ര ആളുകൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ശരീരത്തിനും മനസ്സിനും രോഗങ്ങൾ ഉണ്ടായിട്ട് ദുഃഖങ്ങൾ അനുഭവിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എത്ര ആളുകളുണ്ട്. അതുകൊണ്ട് നിലനിൽക്കേണ്ട ഈ ഒരു അനുഗ്രഹത്തെ അള്ളാഹുവിനോട് നിരന്തരം ചോദിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് എന്നതാണ്. പലരും വന്ന് റസൂലുള്ളാഹിയോട് എന്ത് ചോദിക്കണം അള്ളാഹുവിനോടെന്ന് ചോദിക്കുമ്പോൾ ആഫിയത്തിനെ നിങ്ങൾ ചോദിക്കണമെന്ന് പ്രത്യേകം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പഠിപ്പിച്ചു കൊടുത്ത് നമ്മൾക്ക് കാണാൻ കഴിയും. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അല്ലിംനി ഷൈഅൻ അസ്അലുഹു അല്ലാഹ അസ്സ വജൽ, അള്ളാഹിനോട് ചോദിക്കാൻ എനിക്കെന്തെങ്കിലും പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരേ ഒരു മറുപടി, സലില്ലാഹൽ ആഫിയ, അള്ളാഹിനോട് നിങ്ങൾ ആഫിയത്തിന് ചോദിച്ചോളൂ എന്നാണ്. അപ്പൊ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് വീണ്ടും ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബ്ബാസ് യാ അമ്മ റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ പിതൃവ്യനാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു. വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സലില്ലാഹൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഫിയത്ത് വേണം, ആഖിറത്തിലും ആഫിയത്ത് വേണം, നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ പഠിപ്പിക്കുകയാണ്. മറ്റൊരിക്കൽ ഒരു വ്യക്തി വന്ന് പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് കൈഫ അഖൂലു ഹീന അസ്അലു റബ്ബി, അള്ളാഹിനോട് ഞാൻ ദുആ ചെയ്യുമ്പോൾ എന്ത് ദുആ ചെയ്യണം, എങ്ങനെ ദുആ ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വആഫിനി വർസുഖ്നി. 4 കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹുമ്മ ഗ്ഫിർലി, പുറത്തു തരണേ, വർഹംനി, കാരുണ്യം കാണിക്കണേ, വആഫിനി, ആഫിയത്ത് തരണേ, വർസുഖ്നി, ദുനിയാവിൽ ജീവിക്കാനുള്ള ജീവിത ഉപകരണങ്ങൾ നീ എനിക്ക് തരണേ, റിസ്ക് തരണേ എന്ന് ദുആ ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ട്, വയജ്മഉ അസാബിഅഹു ഇല്ല ഇബ്ഹാം, തള്ളവിരലില്ലാതെ ബാക്കി 4 വിരലും കൂട്ടിപ്പിടിച്ചിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന ഹഉലാഇ തജ്മഉ ലക ദുനിയാക വആഖിറതക അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വആഫിനി വർസുഖ്നി എന്ന ദുആ, ഈ 4 കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ദുനിയാവും ആഖിറത്തും നൽകുന്നതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്നാണ്. അതുകൊണ്ട് ആഫിയത്ത് എന്ന് പറഞ്ഞാൽ വെറും ആരോഗ്യത്തിൽ മാത്രമല്ല, ശരീരത്തിൽ മാത്രമല്ല, നമ്മുടെ സമ്പത്തിലുണ്ട്, നമ്മുടെ കുടുംബത്തിലുണ്ട്, നമ്മുടെ ദീനിലുണ്ട്, എല്ലാത്തിലും ആഫിയത്തുണ്ട്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാൻ കഴിയും, ലം യകുൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യദഉ ഹഉലാഇ ദഅവാത് ഹീന യുംസി വഹീന യുസ്ബിഹ്, രാവിലെയും വൈകുന്നേരവും റസൂലുള്ളാഹി ഈ ദുആ ഒഴിവാക്കാറുണ്ടായിരുന്നില്ല എന്നാണ്. എന്താണ് പ്രവാചകൻ ചോദിച്ചത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും ആഫിയത്ത് തരണേ എന്നാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയത ഫീ ദീനി വദുനിയായ വഅഹ്ലി വമാലി, സമ്പത്തിൽ അതേപോലെ തന്നെ കുടുംബത്തിൽ, എന്റെ ദീനിൽ, എന്റെ ദുനിയാവിൽ എല്ലാത്തിലും ആഫിയത്ത് തരണേ എന്നാണ്. ആഫിയത്ത് എന്ന് പറഞ്ഞാൽ
പ്രയാസമില്ലാത്ത അവസ്ഥ, സുഖകരമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന അവസ്ഥ തരണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു എന്നാണ്. അല്ലാഹുമ്മ സ്തുർ ഔറാതി വ ആമിൻ റൗആതി. ഇതും അതിന്റെ കൂടെ പറഞ്ഞു, അല്ലാഹുവേ എന്റെ ന്യൂനതകൾ നീ മറച്ചു വെച്ച് തരണേ എന്നാണ്, എന്റെ ഔറത്തുകൾ മറച്ചു വെച്ച് തരണേ. വ ആമിൻ റൗആതി, വല്ലാത്ത ദുആയാണ്. പലതും പേടിക്കുന്നവരുണ്ട്, ഒരു കാരണവുമില്ലാതെ ഭയപ്പെടുന്നവരുണ്ട്, പുറത്തിറങ്ങാൻ പേടിക്കുന്നവരുണ്ട്, അല്ലെ? പേടി എന്ന മാനസിക രോഗമുള്ള ആളുകളുണ്ട്, അല്ലെ? പലതും ചെയ്യാൻ, പലരോടും സംസാരിക്കാൻ, ജോലികൾക്ക് വേണ്ടി പുറപ്പെടാൻ, അല്ലെ? മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ, ഒന്ന് പള്ളിയിലേക്ക് നടന്നു പോകാൻ പേടിക്കുന്നവരുണ്ട്, അല്ലെ? ഡിപ്രഷന് വേണ്ടി, അല്ലെ? ഉറങ്ങാൻ കഴിയാത്തതിന് വേണ്ടിയൊക്കെ മരുന്ന് കഴിക്കുന്നവരുണ്ട്, ഭയപ്പെടുന്നവരുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരവും ദുആ ചെയ്തു എന്നാണ്. എന്താണ് പറഞ്ഞത്? ആമിൻ റൗആതി, എന്നെ പേടിപ്പിക്കുന്ന എല്ലാ ഭയത്തിൽ നിന്നും അല്ലാഹുവേ നീ എനിക്ക് നിർഭയത്വം തരണേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു എന്നാണ്. അല്ലാഹുമ്മ ഹഫദ്നി മിൻ ബൈനി യദയ്യ വമിൻ ഖൽഫി വഅൻ യമീനി വഅൻ ശിമാലി വമിൻ ഫൗഖി. എന്റെ പിന്നിൽ നിന്ന്, വലതുഭാഗത്ത് നിന്ന്, ഇടതുഭാഗത്ത് നിന്ന്, മുന്നിൽ നിന്ന്, പിന്നിൽ നിന്ന്, മുകളിൽ നിന്ന്, എല്ലാ സ്ഥലത്തു നിന്നും എന്നെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് എനിക്ക് നീ സംരക്ഷണം തരണേ എന്നാണ്. വഅഊദു ബിഅദമതിക അൻ ഉഗ്താല മിൻ തഹ്തി. താഴ്ഭാഗത്ത് നിന്ന് വരുന്ന ഉപദ്രവത്തെ തൊട്ട് പോലും അല്ലാഹുവേ നീ എന്നെ കാക്കണേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ദുആ ചെയ്തു എന്ന് ഹദീസുകൾ നമ്മൾക്ക് കാണാൻ കഴിയും. ഇങ്ങനെ നിരന്തരം ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും 3 വട്ടം അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സമഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തതാണ്. അല്ലാഹുവേ എന്റെ ശരീരത്തിന്, എന്റെ കാഴ്ചക്ക്, എന്റെ കേൾവിക്ക് ആഫിയത്ത് തരണേ എന്ന് 3 വട്ടം ദുആ ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആഫിയത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക് വ തഹവ്വുലി ആഫിയതിക്. അല്ലാഹുവേ ആഫിയത്ത് മാറി, അല്ലെ, രോഗമാകുന്നതിൽ നിന്ന്, പ്രയാസങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്ന് അല്ലാഹുവേ നീ കാത്തുരക്ഷിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ദുആകളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും സുപ്രധാനമായ കാര്യം ആഫിയത്ത് അല്ലാഹുവിന്റെ കയ്യിലാണ്. വേറൊരാൾക്കും ഇതിനെ നിയന്ത്രിക്കാൻ സാധ്യമല്ല. ലോകത്ത് മരണപ്പെട്ട് കിടക്കുന്ന എല്ലാ മഹാന്മാരെക്കാളും മഹാനായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ ദുആ നമ്മളെ പഠിപ്പിക്കുന്നത്. ആ പ്രവാചകന്റെ കയ്യിൽ പോലും ആഫിയത്തിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അല്ലാഹുവിനോടാണ് നമ്മുടെ ആരോഗ്യത്തെ, രോഗം വരുമ്പോൾ ചോദിക്കേണ്ടത് അല്ലാഹുവിനോടാണ്. പലപ്പോഴും പല സ്ഥലങ്ങളിലും പോയി ഡോക്ടറെ കാണിച്ച് മരുന്ന് കഴിച്ച് മാറാത്ത അസുഖങ്ങൾക്ക് ഇന്ന ആളുടെ അടുക്കലൊന്ന് പോയി നോക്കുക എന്ന് പറയുന്ന ഒരവസ്ഥ വിശ്വാസിക്കുണ്ടാകരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഅ റജുലൻ ഫീ യദിഹി ഹൽഖത്തുൻ മിൻ സുഫ്രിൻ, അല്ലെ, വെള്ളി കൊണ്ടുള്ള ഒരു വളയം, ഒരു വള ഒരു മനുഷ്യൻ ഇട്ടത് കണ്ടപ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഹാദാ, എന്താണിത്? അദ്ദേഹം പറഞ്ഞു, മിനൽ വാഹിന, അല്ലെ, അദ്ദേഹത്തിനുണ്ടായ ഒരു രോഗത്തിന്റെ പേരിൽ അദ്ദേഹം ധരിച്ചതാണ്. ആ വേദന മാറാൻ, ആ പ്രയാസം മാറാൻ വേണ്ടി അദ്ദേഹം ധരിച്ചതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻസിഅഹാ ഫഇന്നഹാ ലാ തസീദുക ഇല്ലാ വഹ്ന. അത് നിങ്ങൾ ഊരിക്കളയണം, ഇത് നിങ്ങൾക്ക് പ്രയാസമല്ലാതെ മറ്റൊന്നും വർദ്ധിപ്പിക്കുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാണ്. അല്ലെ, ഒരു ചരടിനും ഒരു നൂലിനും നമ്മുടെ ആരോഗ്യത്തെ തിരിച്ചു കൊണ്ടുവരാൻ സാധ്യമല്ല എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, ഫഇന്നക ലൗ മിത്ത വഹിയ അലൈക മാ അഫ്ലഹത അബദൻ. ഇതും നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായിട്ടാണ് നിങ്ങൾ മരണപ്പെട്ടതെങ്കിൽ നിങ്ങൾ വിജയിക്കില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കാണ്. മൻ തഅല്ലഖ തമീമതൻ ഫഖദ് അശ്റക. രോഗം വന്നാൽ, രോഗം വരാതിരിക്കാൻ ശരീരത്തിൽ കെട്ടുന്ന ചരടുകൾ, കേലസുകൾക്ക്, ആ നൂലുകൾക്ക് അതിന് എന്തോ തടയാനുള്ള കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ അവൻ അള്ളാഹുവിൽ പങ്കു ചേർത്തിരിക്കുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അസുഖമുണ്ടായാൽ, ആഫിയത്ത് നീങ്ങിപ്പോകുന്ന സാഹചര്യങ്ങളിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ് വേണ്ടത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅവ്വിദാത്തുകൾ ഓതിക്കൊണ്ട്, നാസും ഫലക്കും ഓതിക്കൊണ്ട് ശരീരത്തിൽ തടവുമായിരുന്നു, ഊതുമായിരുന്നു എന്ന ഹദീസുകളിൽ നമ്മൾക്ക് കാണാൻ കഴിയും. അവസാന സമയത്ത്, പ്രവാചകൻ വഫാത്താകുന്ന സമയത്ത് പോലും ആ വേദനയിൽ നമ്മുടെ ഉമ്മ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ആ സൂറത്ത് ഓതി പ്രവാചകന്റെ കയ്യിൽ അതിന്റെ ബർക്കത്ത് ആഗ്രഹിച്ചുകൊണ്ട് ഊതിക്കൊടുത്ത് ശരീരത്തിൽ തടവിക്കൊടുത്തിരുന്നു എന്ന് ഹദീസുകളിൽ നമ്മൾക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അള്ളാഹുവിനോട് ദുആയാണ്
നമ്മൾക്ക് നമ്മുടെ രോഗങ്ങൾക്ക് ശിഫയാകുന്നതിന് പരിഹാരമായിട്ടുള്ളത്. അല്ലാതെ മറ്റാർക്കും അതിൽ ഇടപെടാൻ കഴിയില്ല. നമ്മൾക്ക് മരുന്നുകൾ ഉപയോഗിക്കാം, നമ്മൾക്ക് അതിനുള്ള പരിഹാരങ്ങൾ ദുനിയവിയായി സ്വീകരിക്കാം. പക്ഷേ സബബുകൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് നമ്മളെ സഹായിക്കാൻ കഴിവുള്ളവൻ, കാര്യകാരണങ്ങൾക്കപ്പുറത്ത് നിന്ന് നമ്മളെ സഹായിക്കാൻ കഴിവുള്ളവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അതുകൊണ്ട് പല സ്ഥലത്തും പോയി മാറുന്നില്ല. ഇനി ഇന്ന ആളുടെ അടുത്ത് പോയി നോക്കുക എന്ന, ഇന്ന മഹാന്റെ അടുത്ത് പോയി നോക്കുക എന്ന വിശ്വാസം അത് ദീനിൽ നിന്ന് നമ്മളെ ഇല്ലാതാക്കുന്നതാണെന്ന ബോധ്യം നമ്മൾക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ കൃത്യമായി മനസ്സിലാക്കാനും ആഫിയത്തോടുകൂടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുമുള്ള തൗഫീഖ് നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഊസികും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അനുസരിക്കാനുള്ള മഹാസൗഭാഗ്യം നമ്മൾക്കെവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ചെറിയ ഒരു വേദന പോലും സഹിക്കാൻ പ്രയാസപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും. എന്നാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വിശ്വാസി എന്ന നിലക്ക് അള്ളാഹുവിനോട് നിരന്തരം ചോദിക്കുക എന്നതും അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ പ്രതിഫലം ആഗ്രഹിക്കുക എന്നതുമാണ് വിശ്വാസി ചെയ്യേണ്ടത് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രവാചകന്റെ അടുക്കൽ പനി ബാധിച്ച് പ്രയാസപ്പെട്ട ഒരു സ്ത്രീ, അവർ ആ പനിയെ കുറ്റം പറയുന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസുബ്ബിൽ ഹുമ്മ, നിങ്ങൾ പനിയെ ചീത്ത പറയരുത്, കുറ്റം പറയരുത്. ഫഇന്നഹാ തുദ്ഹിബു ഖതായ ബനി ആദം, അത് മനുഷ്യന്റെ തിന്മകളെ ഇല്ലാതാക്കി കളയുമെന്നാണ്. നാം ചെയ്തിട്ടുള്ള തിന്മകൾ അതിനെ കരിച്ചു കളയുന്നതാണ്, ഇല്ലാതാക്കി കളയുന്നതാണ് നമ്മുടെ പനി. കമാ യുദ്ഹിബുൽ കീറു ഖബസൽ ഹദീദ്, ഒരു ഇരുമ്പിന്റെ മേലെയുള്ള വേസ്റ്റുകൾ അത് തീയിൽ കത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന് കൊല്ലൻ അതിനു വേണ്ടി തീയിലൂതി അത് വൃത്തിയാക്കുമ്പോൾ അതിൽ നിന്ന് പോകുന്ന വേസ്റ്റുകളെ പോലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള തിന്മകൾ അവന് പനിയുണ്ടാകുന്ന സമയത്ത് ഇല്ലാതായി പോകുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കണം. ഏത് ചെറിയ വേദനയും നമ്മൾക്ക് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാക്കിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ പ്രതിഫലം ആഗ്രഹിക്കുകയും അതിന്റെ കൂടെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിന് മാത്രമാണ് ശിഫയാക്കാൻ സാധിക്കുക. നമ്മൾ ഏത് മരുന്ന് കഴിച്ചാൽ പോലും ശിഫ തീരുമാനിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക, അല്ലാഹുവേ നിന്റെ ശിഫയല്ലാതെ മറ്റൊരു ശിഫയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതാണ്. അതാർക്കും ഞാൻ നിങ്ങളുടെ രോഗം മാറ്റിയിരിക്കുന്നു എന്ന് പറയാനുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല. ഇന്ന മനുഷ്യന്റെ അടുത്ത് പോയപ്പോ എവിടെ പോയിട്ടും ഏത് മരുന്ന് കഴിച്ചിട്ടും മാറിയിരുന്നില്ല. അദ്ദേഹത്തിന്റെ അടുക്കൽ പോയപ്പോ രോഗം മാറി എന്ന് പറയാനുള്ള കഴിവോ എന്ന് മാറ്റാനുള്ള കഴിവോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കും കൊടുത്തിട്ടില്ല. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. വേദനിച്ച് എന്റെ ശരീരത്തിൽ ഞാൻ വിശ്വാസിയായ അന്ന് മുതൽ ഒരു വേദനയുണ്ട് എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉസ്മാൻ ബിൻ അബ്ദുൽ ആസ് എന്ന് പറയുന്ന സഹാബി എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ദഅയദക അലല്ലദീ തഅല്ലമ മിൻ ജസദിക്, വേദനിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ കൈവെക്കുക, എന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യാനാണ്. ബിസ്മില്ലാഹി എന്ന് 3 വട്ടം പറയുക. അഊദു ബില്ലാഹി വ ഖുദ്റതി മിൻ ശർരി മാ അജിദു വ ഉഹാദിർ എന്ന് നിങ്ങൾ 7 വട്ടം പറയണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പഠിപ്പിക്കുകയാണ്. അതോടെ അദ്ദേഹത്തിന്റെ വേദന മാറിപ്പോയി എന്നാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്യാനാണ് പ്രവാചകൻ പോലും ലോകത്തെ ഏറ്റവും വലിയ എല്ലാ വലിയകളെക്കാളും മുന്നിൽ നിൽക്കുന്ന, എല്ലാ മഹാന്മാരെക്കാളും മുന്നിൽ നിൽക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് രോഗത്തിന്റെ പ്രയാസം വന്ന് പറഞ്ഞപ്പോ, പങ്കുവെച്ചപ്പോ പ്രവാചകൻ പഠിപ്പിക്കുന്നത് അള്ളാഹുവിനോട് ചോദിക്കാനാണ്. അതുകൊണ്ട് റബ്ബിലേക്ക് എടുക്കാനുള്ള മാർഗമാകണം നമ്മുടെ രോഗങ്ങളും നമ്മുടെ പ്രയാസങ്ങളും പ്രതിഫലം ആഗ്രഹിക്കുന്നതാകണം. നമ്മുടെ ബുദ്ധിമുട്ടുകൾ, അതേപോലെ തന്നെ ആരോഗ്യത്തെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു. അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾ പലപ്പോഴും നിസ്സാരമാക്കി വിടുന്ന, ശ്രദ്ധിക്കാതെ പോകുന്ന അനുഗ്രഹമായിട്ട് എണ്ണിയതിൽ ഒന്നാമതായിട്ട് അതാണ് എണ്ണിയത്. പലപ്പോഴും നമ്മൾ സ്ഥിരമായി നടക്കുമ്പോൾ നടത്തത്തിന്റെ അനുഗ്രഹത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കില്ല. കാലിനൊരു വേദന വന്നാൽ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കും.
നന്നായി നോക്കാൻ കഴിയുമ്പോൾ നമ്മൾ അതിന്റെ പ്രയാസത്തെക്കുറിച്ച് ആലോചിക്കൂല, അനുഗ്രഹത്തെക്കുറിച്ച് ആലോചിക്കൂല. മറിച്ച് നോക്കാൻ കഴിയാതാകുമ്പോൾ, ഒരു വേദന വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കും. സ്വസ്ഥമായി ചവച്ചരച്ച് കഴിക്കാൻ കഴിയുമ്പോൾ നമ്മൾ പല്ലിന്റെ അനുഗ്രഹത്തെക്കുറിച്ച് പലപ്പോഴും ആലോചിക്കില്ല. ഒരു വേദന വന്നാൽ, ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ പല്ലിന്റെ അനുഗ്രഹത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കും. അതുകൊണ്ട് ഈ നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ്, ആളുകൾ പലപ്പോഴും വഞ്ചിതരായി പോകുന്ന രണ്ട് അനുഗ്രഹങ്ങളിൽ പ്രവാചകർ ഒന്നാമതായി എണ്ണിയത് അസ്സിഹ്ഹത്തു എന്നാണ്. ആരോഗ്യം എന്ന അനുഗ്രഹം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി എണ്ണിയിട്ടുള്ളത്. അതുകൊണ്ട് നിരന്തരം നമ്മൾ അനുഭവിക്കുന്ന, ആസ്വദിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിനെ നന്ദി കാണിച്ചുകൊണ്ട് എഴുന്നേൽക്കുന്നത് മുതൽ ഭക്ഷണം കഴിച്ചാലും, വെള്ളം കുടിച്ചാലും, വസ്ത്രം ധരിച്ചാലും, വാഹനം കയറിയാലും, എല്ലാ സമയങ്ങളിലും അള്ളാഹുവിന് ശുക്ർ കാണിക്കാനുള്ള ഓർമ്മ വിശ്വാസി എന്ന നിലക്ക് നമ്മൾക്കുണ്ടാകേണ്ടതുണ്ട്. നമ്മൾ ശുക്ർ കാണിച്ചാൽ അള്ളാഹു നമ്മൾക്ക് അവന്റെ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ച് തരുമെന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനമാണ്. അതേപോലെ തന്നെ ഈ അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്താൻ വഞ്ചിതരാകരുത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചത് രോഗം വരുന്നതിനു മുമ്പ്, പ്രയാസങ്ങൾ ഉണ്ടാകുന്നതിനു മുമ്പ് ഈ അനുഗ്രഹത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ്. അള്ളാഹുവിന് വേണ്ടി നിസ്കാരങ്ങളിലും, നോമ്പുകളിലും, ഇബാദത്തുകളിലും, ഖുർആൻ പാരായണങ്ങളിലും, ദിക്റുകളിലുമൊക്കെയായി ഈ അനുഗ്രഹത്തെ ഉപയോഗപ്പെടുത്താൻ നമ്മൾക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് അവന്റെ നിഅമത്ത് നിലനിർത്തി തന്ന് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ആഫിയത്ത് നഷ്ടപ്പെട്ട ആളുകളെ കണ്ടാൽ പ്രത്യേകമായി നമ്മുടെ അനുഗ്രഹത്തെ ഓർത്ത് അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഒരാൾക്ക് നടക്കാൻ കഴിയാതെ, ഒരാൾക്ക് ഭക്ഷിക്കാൻ കഴിയാതെ രോഗിയായി കിടക്കുന്നത് കാണുമ്പോൾ അദ്ദേഹം കേട്ട് അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തി ദുആ ചെയ്യാനല്ല, മറിച്ച് നമ്മൾ സ്വയം ദുആ ചെയ്യണം. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ഇബ്തലാക ബിഹി, നിങ്ങളെ പരീക്ഷിച്ചിരിക്കുന്ന ഈ പരീക്ഷണത്തിൽ നിന്ന് എനിക്ക് ആഫിയത്ത് നൽകിയ അള്ളാഹുവിന്റെ സ്തുതി എന്ന് പറയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വഫദ്ദലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ദീല, ഒരുപാട് സൃഷ്ടികൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്, എനിക്കതൊന്നുമില്ല, എനിക്ക് അള്ളാഹു ആഫിയത്ത് നൽകിയിട്ടുണ്ട് എന്ന് ദുആ ചെയ്യാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ ദുആ ചെയ്താൽ ലം യുസിബഹു ദാലികൽ ബലാ എന്നാണ്. ആ മനുഷ്യൻ അനുഭവിക്കുന്ന പരീക്ഷണം ദുആ ചെയ്ത നമ്മൾക്ക് വരില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ദുആയാണ്. അതുകൊണ്ട് തന്നെ ആഫിയത്ത് നഷ്ടപ്പെട്ടവരെ കാണുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ഇബ്തലാക ബി, എനിക്ക് ആഫിയത്ത് നൽകിയ റബ്ബിന് സ്തുതി എന്ന് പറയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. മഹാനായ പ്രവാചകന്റെ അധ്യാപനങ്ങളെ നിരന്തരം ഓർക്കാനും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നിരന്തരം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാനും, ഇന്ന് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസമാണ്, മഗ്രിബിന് മുന്നേയുള്ള സമയങ്ങളിൽ പ്രത്യേകിച്ച് സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. വെള്ളിയാഴ്ച പ്രത്യേകം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ദിവസം കൂടെയാണ്. പ്രത്യേകിച്ച് അസറിനും മഗ്രിബിനും ഇടയിലുള്ള സമയം അള്ളാഹുവിനോട് നിരന്തരം ആഫിയത്തിനു വേണ്ടിയും മറ്റെല്ലാ ഖൈറിനു വേണ്ടിയും നിരന്തരം ദുആ ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള വീഴ്ചകൾ നമ്മൾക്ക് പുറത്തു നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് രോഗികൾ നമ്മൾ കേട്ടവരായും നമ്മൾ അറിയുന്നവരായുമുണ്ട്, അറിയാത്തവരുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. മാറാ രോഗങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, മഹാരോഗങ്ങളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് സൗഖ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരുപാട് വീഴ്ചകൾ നമ്മളിൽ വന്നുപോയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ മാതാപിതാക്കളിൽ, നമ്മുടെ ഇണകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വഖാദിൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. أقول قولي هذا، أستغفر الله لي ولكم ولجميع المسلمين فاستغفروه إنه